ചെറിയ കുട്ടികളെ ഇല്ല കൊതിയല്ല പിന്നാലെ വന്നു എന്ത് പോയി സത്യം ഇന്ന് രാവിലെ എല്ലാരും കൂടി രാവിലെ വർത്തേരാ മുറ്റത്ത് പോയിക്കുന്നു. ഞാൻ തെരഞ്ഞു തന്നപ്പോ എന്താ അറിയോ, അവിടെ ഇല്ല. എന്നിട്ടൊന്ന് വന്നിക്കണേ. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇന്നോട് പറയാൻ വന്നിക്ക. ഞാൻ തെരഞ്ഞു പോയി. ഈ കോഴി അടുക്കളത്ത് വന്ന് പിരി വച്ചപ്പാട് തെരഞ്ഞു നോക്കുമ്പോ ഇവരെ കാണാല്ലേ. ഞാൻ ചെന്ന് നോക്കുമ്പോ അപ്പൊ ഇപ്പൊ ഇവിടെ തേടി ആട്ടിക്കണ്. കോഴി വന്നിട്ട് എന്താ പറഞ്ഞ ഞങ്ങള് ഒച്ചപ്പാടില്ലാക്കി ഇപ്പൊ അനു സാക്ഷിയാണ് ഇല്ലേ. ഗൈസ് വേറൊരു കാര്യം, നമ്മളെ കോഴി പ്രസവിച്ച് കോഴി മുട്ട എടുക്കണേ. കോഴിന്റെ മുട്ടട്ട് കുഞ്ഞുങ്ങൾ ഇരിഞ്ഞിക്കണേ. നമ്മളെ കൊത്തുവൊന്നും ഇല്ലല്ലോ. പറയാൻ പറ്റൂല. മാത്രം ഓള് വിരിയിച്ചു. ബാക്കിയൊക്കെ ഓള് തട്ടി കളഞ്ഞു കിടന്നു. ഇങ്ങോട്ട് പഠിച്ചോടെ കൊത്തുവോ ഇമ്മേ പിടിച്ച കൊത്ത് വെച്ചിട്ടിക്കോട്ടെ അല്ലേ. പുറത്തേക്ക് വെക്കുക, ഒന്ന് ചൂടാട്ടിക്കോട്ടെ കോഴികളെ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അതാ അവിടെ ഒന്ന് ചൂടാട്ടിയാണ്ട് ഒന്ന് ചൂടാട്ടിക്കോട്ടെ. വല്ല കോഴിപ്പേന എന്തേലും ഉണ്ടാകല്ലോ. അല്ല ഒന്ന് കട്ടിങ്ങാണ് ആക്കണേ വെയിലാട്ടി. അല്ല വൈകുന്നേരം ആകോളെ വെയിലത്തിട്ട് ഉണക്കാനൊന്നല്ല. അതിന്റെ അടിയിൽ തగ్గടിച്ചിക്കണേ. ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ കുട്ടികളെ ഇല്ല കൊതിയല്ല പിന്നാലെ വന്നു. ഇമ്മമാക്ക് ഒരു പേടിയില്ല. ഉമ്മ പേടിക്കുന്നില്ല. ഉമ്മമാക്ക് പേടിയില്ല. അതാണ് കേട്ടോ ആ കോയിന്റെ അച്ഛൻ. ഈ കോഴിക്കുട്ടികളെ ഞാൻ മുറ്റത്ത് കൊണ്ടുപോകാം. ആ വെയിലത്ത് കൊണ്ട് ചൂട് തട്ടിക്കോട്ടെ. ഓള് വരും. ബാ നോക്കട്ടെ. നിങ്ങളാണ് ഈ വലുതാണല്ലേ. കൂട്ട് കൂടാൻ പോവാണ്. ഒന്ന് അറക്കടിയാട്ട് കുട്ടികളാണ്. അതാ ചില്ല്. എന്താണ് അവിടെ അടിച്ചു? അവിടെ ചില്ലുണ്ടായിനോ? ചില്ലടിച്ചു ഓടിച്ചിക്കണേ. ഇവിടെ ചില്ലുണ്ടായില്ലേ അവിടെ? ഇവിടെ ചില്ലുണ്ടായിനടാ. ഇതാ ഞാൻ ഇങ്ങനെ കൊട്ടിയാ പൊട്ടി. ആ ചില്ലടിച്ച് പൊട്ടിച്ചിക്ക. പിന്നെ കൊത്തണ കാണല്ലോ. എനിക്കിതിനെ കോയിന്റെ കൊത്തി കിട്ടിയിട്ടില്ല. ഒരു മുട്ടന്റെ അത്ര കൊള്ളൂല്ലേ സത്യം പറഞ്ഞാ. ഇതിലെ ചെറുതാണ്. എന്തേലൊക്കെ കൊത്തും. അവര് ഈ ഒച്ചയും വിളി ഒന്ന് മാറുമോ? അല്ലത് എന്ത് ഇങ്ങനെ പണ്ട് ഒരു കോയിന്റെ അപ്പൊ കുഞ്ഞുങ്ങൾ ഇത്ര വലിപ്പം തന്നെ ഉള്ളൂ. ഈ തോട്ടത്ത് ഇങ്ങനെ ഞങ്ങളൊപ്പം നിന്ന് തീറ്റാട്ടോ. എവിടുന്ന ഒരു കുറുക്കം പാഞ്ഞിട് വന്നിട്ട് ആ തള്ളക്കോയിനും കൊണ്ടിട്ട് പോയി. ഞാൻ പിന്നാലെ കൂടിയില്ലേ. പിന്നെ കുറുക്കം അതിന് പൊന്തായിട്ട് അവിടെ ഇട്ടു. പിറ്റേ അപ്പൊ തന്നെ മൃഗാശുപത്രി കൊണ്ടുപോയി. പിന്നെയും കൊറേ മുട്ട ഇട്ട് കുഞ്ഞുങ്ങളെത്തി. ഇല്ല പിന്നെ കൊറേ മുട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. പണ്ടത്തെ പിന്നെ മുട്ടയൊക്കെ ഇട്ടു. എലി അത് വന്ന് മിനിറ്റ് കൊണ്ട് നമ്മളെ എടീന്ന് പിടിച്ചോണ്ട്. നല്ല ഓർമ്മ പണ്ടാണ് അതിന്റെ ചെറുപ്പത്തന്നെ തെർമോകോളാണ് എടുത്തത്. എന്തേലൊക്കെ കൊത്തിക്കൊണ്ടിട്ടൊന്നല്ലല്ലോ അപ്പൊ. നല്ലായിട്ട് പൂയൊക്കെ കൊത്തി തിന്നിട്ടേ. പൂയി മണലുണ്ടല്ലോ ചെറിയ തരി. എങ്ങനെ തിന്നണാവോ? അങ്ങനെ കൊത്തി തിന്നണ അങ്ങനല്ല. അങ്ങനെ കൊടുക്കൂല അവര്. പിന്നെ മുന്നിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ കൊത്തി ഇങ്ങനെ കൊത്തി ഇങ്ങനെ കൊത്തി തിന്നു. 2-3 ദിവസം. അല്ല അപ്പൊ എന്താ കൊയ്റ്റങ്ങൾക്ക് മാത്രമേ പക്ഷി വർഗത്തിനുള്ളൂ പാലില്ലാത്ത. പാലല്ല ഈ പറയണത്. വല്ലാത്തിയൊക്കെ തള്ള പാല് കൊടുക്കണില്ലേ? ഞാൻ അതല്ല കൊടുക്കണുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. തത്തമ്മ കണ്ടില്ലേ തള്ള തീറ്റ കൊടുക്കലാണ്. അതേപോലെ ഇതിനാകില്ല. കോഴി ഇങ്ങനെ കൊത്തി കൊക്കൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ എരിയത്ത് എന്തേലും ഇങ്ങനെ കൊത്തിയിടും. കൊത്തിയായി തിന്നെങ്കിൽ തിന്നു. പിന്നെ ഇത് പൊരുന്തി കിടക്കുമ്പോ ഈ കോഴിക്കള് വിഷന്ന് എത്ര പൈച്ചാലും ഇറ്റങ്ങൾ വന്നിട്ടേ തിന്നൂല. ഒരാഴ്ചത്തോളം പട്ടിനെ കടന്ന്. ഇത് കണ്ടിട്ടില്ലേ നീ?
പട്ടിണി കടന്നുങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങാതെയാണ് ഈ കുട്ടികൾക്ക് ചൂടിങ്ങനെ നിന്നിട്ട് മുട്ട ചൂടായിങ്ങാണ്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. എന്താണ് ഈ സർവ്വതും പിന്നെ ഇനിയിപ്പോ ചിക്കൻ എന്താ ഉണ്ടാക്കുകയാണെങ്കിലും അത് കുഴക്കുന്നൊരു മൂക്കത്ത് കൊണ്ടുപോകും. എന്തപ്പോ ഇങ്ങനെ സർവ്വ സാധനവും മണപ്പിച്ച് നോക്കുന്നതാണ്. അങ്ങനെ വലിയ മണപ്പിക്കുന്നു. ഞങ്ങളെ പെരിയിൽ കോഴിക്കളില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മ ഇമ്പാടെ ആറ്റ് നോറ്റ് കുറച്ച് കോഴിക്കളെ വാങ്ങിയതാ. അതിലാണെന്നുണ്ടെങ്കിൽ വെക്കണേ 5 പൂവൻ കോഴി. അതാ ഇത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. 5 പൂവൻ കോഴിയും ഇതാ ഒരു പെടക്കോയി. ഒരു പെടക്കോയി നല്ല വാങ്ങലാണ് ഈ വാങ്ങീനെ. എവിടെ നോക്കിയിട്ടാണോ എവിടൊക്കെ പറ്റിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പോയി പെട്ടുവരും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറയാൻ മറന്നു, അതാണ് ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇന്നലെ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ എല്ലാവരും നല്ല ശരിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ? മമ്മ അവിടെ മമ്മ അവിടെ പണിയിലാണ്. എന്താണ് മമ്മ പെരുന്നാളിനെ പറ്റി പറയാനുള്ളത്? ഇന്നലെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞല്ലോ. പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാൾ നമുക്കൊക്കെ അടിപൊളിയാണ്. എല്ലാവർക്കും അതേമാതിരിക്കാണ് വിചാരിച്ചത്. എല്ലാവർക്കും അതേപോലെയാണ് വിചാരിക്കണേ. നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പറ്റി. ബാക്കിയുള്ള ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഓക്കെ, കമന്റ് ചെയ്യും. എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യും. ഇന്നലെ നമുക്ക് എത്ര കിലോ പോയിട്ട് പെരുന്നാൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. 4 കിലോ ഉണ്ടാവും. 4 കിലോ ഇറച്ചിയോ? ഫ്രിഡ്ജിൽ വെച്ചു, കുറച്ച് വെച്ചു. ഇനിയിപ്പോ ഗൈസ് 4-5 ദിവസത്തിന് അല്ല ഇത് കഴിഞ്ഞു. ഇത് ചിക്കൻ കറിയാണ്. 4-5 ദിവസത്തിന് 4 5 അറിയില്ല കേട്ടോ. 4 5 അറിയില്ല, നമുക്ക് തൂക്കൊന്നും അറിയില്ല. 4 കിലോ ഒരാഴ്ചക്ക് നോക്കണ്ട. സാധാരണ നമ്മള് ഒരു 2 കിലോ ഈ പ്രാവശ്യം എല്ലാത്തിലും കൂടുതലുണ്ട്. എല്ലാ പ്രാവശ്യത്തിലും കൂടുതലുണ്ട്. സാധാരണ നമ്മൾ 2 കിലോ ചിക്കൻ ഇറച്ചി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനുണ്ടാവും ഒരാഴ്ച. അപ്പൊ ഇതൊരു 4-5 ആഴ്ച ഒക്കെ കൂട്ടാനുള്ള സാധനം ഉണ്ടാവും. ഗൈസ് ഇത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് പെരുന്നാൾക്ക് കിട്ടിയ സാധനം, ഇറച്ചി. കോഴിക്കളൊക്കെ കൂട്ടിക്കയറി ഏതായാലും പറഞ്ഞേക്കണ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോ കോഴിക്കളെ കൂട്ടിക്കയറ്റിനെ കാണണേ. നല്ല രസമാണ്. കയറിക്കൂലി വടിയിട്ട ഒരു ഇവിടെ കയറാനോ ഇവിടെ കയറും, അങ്ങോട്ടും കയറും. നല്ല ഇഷ്ട. അത് നമ്മളെപ്പോഴെപ്പോഴേ ചിലപ്പോ ഒരു 10 മിനിറ്റ് ഉള്ളൂ. നമ്മള് കുടുംബ പോകുക അറിയുന്നത് അപ്പൊ തന്നെ കയറ്റും. എന്നാലും ഒരു പരാതിയില്ല. കയറുമ്പത്തിന് ഓല് കയറിപ്പോയി. കോഴിക്കളാണ് ഗൈസ്. അത്രക്കനുസരിച്ചുള്ള കോഴിക്കളെയാണ് ഉമ്മ പറഞ്ഞത്. അതിലൊന്നിനെ നമുക്ക് അർത്താലോ എന്ന് പറഞ്ഞത്. അതെന്തറിയോ, ഇനിയിപ്പോ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇറക്കാനൊക്കെ അല്ലേ? അപ്പൊ അല്ല ഒരാളോട്ടെ നമുക്ക് 2-3 പെട്ട കോഴിക്കളെയും വാങ്ങണേ. അതിന് വാങ്ങിയിട്ട് എന്തിനാ? പെടക്കോഴിയാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. എത്ര ചെറിയ കുട്ടികളെ പതിനൊന്ന് പാലിന് മതി 75 പൈസ വെച്ചിട്ട് കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഒരു കോഴിക്കുട്ടിക്ക് അപ്പൊ നിങ്ങൾ എത്ര രൂപ കൊടുത്ത്? 75 പൈസ. 75 പൈസ. ഇത് ഏത് കാലത്തിലാണ്? 75 റുപ്യ. 75 റുപ്യ ഒരു കോഴിക്കുട്ടിക്ക്. 75 റുപ്യ. അങ്ങനെ 4 5 6 കോഴിക്കുട്ടികളെ വാങ്ങി. അതിൽ 5 എണ്ണം പെണ്ണ് അല്ലേ? 4 ആണാണ്. പിന്നെ നമ്മള് 2 എണ്ണം വേറെ വാങ്ങി. 700 റുപ്യക്ക് ഒരു പെട്ടനി ഒരു പൂവനിയും വാങ്ങി. ആ പെട്ടയാണ് പൊരിന്തിയത്, കുഞ്ഞുങ്ങളില്ലാതെ. അതിന്റെ ഒപ്പല്ല പൂവനാണ്. ആ ചങ്ങനാണ്. ആ വലിയ ചങ്ങന ഒരു കാര്യമുണ്ട്. ഇവരെവിടെയും കാണാനിരിക്കും പാഞ്ഞ അടുക്കളയ്ക്ക് ഒന്ന് കണ്ട് കൊക്കോ അറിയും ഒച്ചപ്പാടുണ്ടാക്കും. അപ്പൊ നമ്മള് പോയി തെരഞ്ഞോക്കുമ്പോ അവിടെ എവിടെയും ഉണ്ടാവും. എന്തോ വെപ്രാളാണ് അറിയാം. വില കാണുവോളം കിടന്നത് ഇങ്ങനെ പാഞ്ഞെത്ത് അവിടുത്തെ വർത്താനം അറിഞ്ഞ അപ്പൊ തന്നെ ഓലെടുത്തും പോയത് കണ്ടി. ഓലെ കാണാനെങ്കിൽ ഇവിടേക്ക് വരും വെപ്രാളപ്പെടുത്താൻ ഒച്ചപ്പാടുണ്ടാക്കി നമ്മളെ അറിയിച്ച ഓല എവിടെയാണോ അപ്പൊ പോയി കൊണ്ടുവരി പറഞ്ഞുകൊണ്ട്. ഇവിടുത്തെ പൂച്ചയും കോഴിക്കളൊക്കെ ഒരു വെറൈറ്റികളാണ്. ഇനി ലിമുവിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ലിമുവിന്റെ കാര്യമാണ് ഇപ്പൊ ഒരു പാറി അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ തന്നെ പോയി വാങ്ങിയത്. അതാണെങ്കിൽ ഇങ്ങനെ ആയും പോയി. അല്ല ഓക്ക് നടക്കാനൊക്കെ വയ്ക്കുമല്ലോ. അതെ, പാറണ ജീവിയാണ്, അല്ലെ നടന്നു പോണ ജീവിയല്ല. പറഞ്ഞിട്ട് കാര്യമല്ല. അതിന് ഓക്ക് ഏകട്ടുകൂടെ ഒക്കെ ഇങ്ങനെ ചാടി നടക്കട്ടല്ല. അപ്പൊ നമ്മളെന്താ കാട്ടുന്നത്? നമ്മളെ കൊണ്ട് കഴിക്കണമായിരിക്കും നമ്മൾ നോക്കിയില്ലേ. അപ്പൊ പ്രശ്നമല്ല. എന്നാലും പാലെടുക്കുമ്പോ രസമാണ്. അപ്പുറത്തേക്ക് കുറച്ചൊക്കെ ആകുമ്പോ ഇവിടുന്ന് അവിടേക്കൊക്കെ ചാടി പോയിക്കാരോളൂ. ഇല്ല വേറെ ഇമ്മമ്മക്ക് ഇപ്പൊ ഞാൻ ഒരു കാലി തന്നു.
ഉമ്മ എന്തേക്കാരും കാട്ടാ അദ്ദേഹം മനസ്സിലായി എന്നാലും ഒന്ന് ഇരിക്കണതൊന്നും അനങ്ങാനൊന്നും വെക്കൂല അതിന്. അതൊക്കെ വയ്ക്കും അതാ ഞാൻ ഇങ്ങനെ നടക്കാൻ വൈകും. അതായത് നമ്മള് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുതിയ പെരന്റെ അവിടെ അതാ മറ്റോമാര് വരുന്നുണ്ടോ ഗൈസ് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ പെരന്റെ അവിടെ നമ്മൾ 2-3 തൈ നട്ടിന്. ആ തൈയിന്റെ വിവരം വലുതും അറിയോ? വിവരം മിഞ്ഞാന്ന് ഞങ്ങൾ ചെന്നപ്പോ വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല എന്നാണ് പറയണത്. അത് വാടിയോ അതോ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോന്ന് അതും അറിയില്ല. സ്റ്റോപ്പർ വരുന്നുണ്ട്. പൈപ്പ് നിൽക്കുന്നുണ്ട്. വരുന്നത് എനിക്ക് മടിയാടാ വ്ളോഗിൽ നിൽക്കാൻ. ഇവനക്ക് ഇപ്പോഴും പെണ്ണ് സെറ്റ് ആയിട്ടില്ല. നല്ലൊരു പെൺകുട്ടി ഉണ്ട്. ഇതാണ് ഇങ്ങോട്ട് വന്നാലോ കുഴപ്പം. ഉമ്മമാർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പേരെന്താ? നെയ്മ് നെയ്മല്ല നബീൽ. നബീൽ മറന്നു. നമ്മള് അവിടുത്തെ പെരീക്ക് പോവാൻ നിക്കാണ്. അപ്പത്തിന് ഉപ്പമാര് കേറി വന്നു. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. അല്ല ഞങ്ങൾക്കില്ലേ എന്താ ധൃതി ചെല്ലും അമ്മ അവിടെ നോക്കാതെ. കുടിച്ചാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ. നല്ല ടേസ്റ്റാ. ഏത് ഭാഷ? എന്താ ഒന്ന് പരിപാടി ഒന്ന് പറഞ്ഞുതരുമോ? എനിക്ക് വെള്ളം കൊടുത്താ വെള്ളം കൊടുത്ത നിങ്ങളെ പേരിൽ ആരെങ്കിലും മുന്നൊക്കെ ആദ്യം കുടിച്ചോട്ടേടാ കാര്യം പറ. കുടിച്ചോടാ മുന്നേ തുള്ളി വെള്ളം കുടിച്ചാൽ കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ടോ? ഈ മുന്നേക്ക് എത്ര അരക്കനാ? അറിയാത്തോണ്ടാണ്. നമ്മളെ പെരീക്ക് പോകാൻ വേണ്ടി ലീമു സമ്മതിക്കണില്ല കേട്ടോ. അടങ്ങിക്കടി. നമ്മളിവിടുന്ന് അതിനെ കെട്ടിപ്പോയി വെച്ചിട്ട് ഓൾക്ക് പറ്റണില്ല. നമ്മളിപ്പോ പെരന്റെ അങ്ങോട്ട് പോവാൻ നോക്കാണ്. ആ ചെടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. പോയി നോക്കണം. ഗൈസ് ഈ ഒരു സമാധാനം തരുന്നില്ലട്ടോ. കൂട്ടിലിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് എന്ത് ചീത്തറിച്ചിലറിയോ? നമുക്ക് എവിടേക്ക് പോകാൻ പറ്റില്ല. നോക്കിയാ ഒപ്പം കൊണ്ടാകത്തിക്കൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്നലെ പെരുന്നാൾക്ക് ഇന്നലെ ഫുള്ള് എടുത്ത് പറഞ്ഞില്ല. അതിന് ശേഷമാണ് തോന്നുന്നത്. ആണോ? അങ്ങനെ എടുക്കണേ. അങ്ങനെ എടുത്ത് തന്നെ ശീലിപ്പിച്ചേ. നമുക്ക് ഈ നേരെ ഇനി പെരി പോയാൽ നോക്കാം. ഗൈസ് അങ്ങനെ നമ്മളെ പെരനങ്ങണ്ട് എത്തി. ഇവിടെ 2 ചെടിയൊക്കെ കുഴിച്ചിട്ടീനി. ഒരു ചെടി ഇത് നല്ല ചെറുപ്പാണ്. മറ്റേ അങ്ങോട്ട് കരിഞ്ഞോ? അല്ലെ ഇത് ഇതൊക്കെ എന്താ മട്ടാവും? എനിക്ക് തോന്നുന്നത് വെയില് തട്ടാത്തോണ്ടാണ് ഇത് പടച്ചത്. അല്ല അതിങ്ങനെ ആയോ? വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? കാറ്റ് കെട്ടണം. ഇതിങ്ങനെ ഈ ഭൂമിയെ നിൽക്കണം. ഒന്നിങ്ങനെ നിന്നോട്ടെ. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. കാറ്റട്ടാത്തി കൊണ്ടാണോ ഇനി? ഇതൊക്കെ പോകും. ഞാൻ ആദ്യം തൊട്ട് തെത്ത് വരുവാനാടാ. പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പെരപ്പണി എന്തായി എന്ത് പെരപ്പണി? ഇതാണോ ഇതാക്കണേ? ഇത് തന്നെയാണ് പരിപാടി. ഈ സംഭവമാണ്. അതാണ് ഇപ്പൊ പ്രശ്നം. ഈ ഒരു സംഭവം നമ്മളെ പെരന്റെ മുകളിൽ കൂടെ പോണോണ്ടില്ല കാരണത്താലാണ് ഇപ്പൊ നമുക്ക് പെരപ്പണി നടത്താൻ പറ്റാത്തത്. അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ ഞങ്ങൾ നോക്കണ്ട്. നോക്കട്ടെ എന്തായാലും. ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ വെള്ളം ചെടിക്കോ? കറുത്തകൾ ഗൈസ്. അയ്യോ കേടാ അതൊക്കെയാ മോൾക്ക് നോക്കിയേച്ചി. ആ ലൈറ്റ് വരുന്ന നോക്കിയാ എന്താ രസല്ലേ? ഓടാ അവിടുന്ന് ഗൈസ്. നല്ല രസമുണ്ട്. എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. നിങ്ങളും കൂടി പറയാൻ എങ്ങനെ ഉണ്ട്. ഇത് ആരത്തി കൊടുക്ക? നമ്മൾ കൊടുക്കിയത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കൊടുക്കൊക്കെ ഉണ്ടോ? ആണോ? നമ്മൾ ലിമുവിന്റെ നഖം വലുതേക്കണ്. നിങ്ങൾ പറയും നമ്മൾ തത്തമ്മന്റെ നഖമൊക്കെ വെട്ടി കൊടുക്കലുണ്ടോ ഇല്ലെന്ന് പറയട്ടോ. കാരണം നല്ല മൂർച്ചുണ്ട്. ഇപ്പൊ ഈ തത്തമ്മന്റെ നഖമൊക്കെ വെട്ടി കൊടുക്കോ ഇല്ലെന്ന് അത് ചോദിച്ചിട്ട് ചെയ്താൽ മതി. ഡോക്ടർമാർ ഓൾക്ക് അറിയാം. ചുണ്ടൊന്നും വെട്ടരുത്. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഇത് കണ്ടോ ഈ പഞ്ഞി അപ്പൊ ഉള്ളിൽ ഒട്ടി പിടിച്ചാണ്. അപ്പൊ അത് പിടിപ്പിച്ചാൻ വേണ്ടി കൊണ്ടുപോകണം. ഇത് മേൾക്കിടെ എങ്ങനെ ആയിക്കളമ്മ? അങ്ങനെ തന്നെ. അയ്യവാ ഉമ്മമാനോട് ഇണങ്ങിക്കണോ നോക്കട്ടെ. ഉമ്മ അതിന്റെ കൗത്തിനോട് ചൊറഞ്ഞു കൊടുത്താനി. അങ്ങനെയല്ല
അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ ചൊറിഞ്ഞു നോക്കുമ്പോ അതിന്റെ രോമങ്ങൾ ഫുള്ള് രോമങ്ങള് ഇവിടെ ഇവിടെ എങ്ങനെ ചൊറിഞ്ഞാൽ മതി. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ലിമുവിന്. കണ്ടോ പൊന്തിച്ചാണ് ഇങ്ങനെ എന്തെങ്കിലും ഇതായിക്കണം. അത് ആരും ഇഞ്ഞു കൊടുത്താലും മതിടാ. ഭയങ്കര ഇഷ്ടമായ പരിപാടിയാ. ആണോ മമ്മാര് നിക്കണില്ല? ഇങ്ങനെ ആക്കണത് ചണ്ടി കൊണ്ട് മേലെ എടുക്കണേക്ക്. ലിമോ മെമ്മേണത്. വല്യമ്മ വിളിച്ചു നോക്കിയാ, വല്യമ്മന്ന് വിളിച്ചു നോക്കിയാ ലിമോ. ആ കേറണേ ഇങ്ങനെ കേറ. ഞമ്മക്ക് ഇങ്ങനെ എടുത്തു കൂടെ ഇങ്ങനെ നടക്കാം അല്ലേ? എടുത്ത് കയറി പറഞ്ഞപ്പോ തന്നെ കൂറി. അങ്ങനെ 3 ചെടിക്കും അങ്ങനെ വെള്ളം നനച്ചു കഴിഞ്ഞല്ലേ അമ്മമ്മ? 3 ചെടി നനച്ചില്ലേ ഇപ്പൊ? മേല് കഴിക്കാനോ? ലിമോ വെച്ച് പണി പറ്റിച്ചോ? ലിമോ 3 ചെടി ഇതാക്കണോടെ മുമ്പ് തന്നെയാണ്. വലുതായ മതിയില്ല അമ്മ? വലുതായ പോയിരിക്കാം. 2 ഇപ്പൊ കഴിഞ്ഞാണ്. കഴിഞ്ഞ് വലുതാവല്ലേ നോക്കട്ടെ. ഇല്ല മാമ കരിയില്ലല്ലോ? ഉറപ്പല്ലേ? ഉറപ്പാണെന്ന് ചോദിച്ചപ്പോ കരിയില്ലടാ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ നിന്നപ്പോ ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുത്താണ് ഇല്ലടാ? അതെ അതെ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. വല്യമ്മ വരി കമോ. പല്ലും കാട്ടി വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും പല്ലും കാട്ടി വരുവേ അല്ലേ? പിന്നെ പല്ല് തട്ടി കളയാൻ പറ്റും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതുവരെ ബൈ ഗൈസ്. എവിടെ നല്ല വലിയ അസ്സലാമു അലൈക്കും പറഞ്ഞോളി. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണാം. എന്നാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണാം.